കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടി അർപ്പിക്കുന്നു. നമ്മൾക്ക് വീണ്ടും ദൈവവചനവുമായി ഒരുമിച്ച് അടുത്ത് വരുവാൻ്റെ കൂടെ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൻ്റെ അതിൻ്റെ തുടർച്ച ഭാഗത്തേക്ക് നമുക്ക് പോകുവാനായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വെടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തുവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം ക്രമത്തിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. 1-ാമത്തെ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെക്കുറിച്ച് നമ്മൾ കാണുവാനിടയായി തീർന്നു. പിതാവാം ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു തൻ്റെ ദൂതന് കൊടുത്തു. ദൂതൻ അത് യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് 7 സഭകൾക്ക് കൊടുത്തു. അങ്ങനെ ഈ പുസ്തകം തെളിവായി നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ 1-ാമത്തെ ആഴ്ചയിൽ പഠിച്ചത്. 2-ാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് 7 സഭകൾക്കും യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവനെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയും സമാധാനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും, അതായത് 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അതെന്താണെന്ന് വളരെ വിശദമായി കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുവാനായി നാം തയ്യാറെടുക്കുന്നില്ല, നാം പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. വി ലീവ് ഇൻ എ വേൾഡ് ദാറ്റ് മൂവ്സ് വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ സഭകൾ പോലും അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ എഴുതുന്ന ഈ പുസ്തകത്തിൻ്റെ വാക്യങ്ങൾക്ക് നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. ഈ യോഹന്നാൻ എഴുതുന്ന ഈ ബുക്ക് ഓഫ് റെവലേഷൻ കഷ്ടതയുടെ ഈ ചൂളയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ദൈവജനങ്ങൾക്ക് എഴുതുന്നതാണെന്ന് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ പഠിക്കുകയുണ്ടായി. These are people being പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവരുടെ പൊളിറ്റിക്കൽ പ്രഷർ നിമിത്തം തലകുനിച്ച് നടക്കേണ്ടുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ഈ പുസ്തകം എഴുതുകയാണ്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, തുടർന്നുള്ള വിഷനാണ് താൻ കാണുന്നത്. ഒരുപാട് സംഭവ വികാസങ്ങൾ തുടർന്ന് കാണുവാൻ പോകുകയാണ്. കാഹളങ്ങൾ ധ്വനിക്കാൻ പോകുകയാണ്. സീലുകൾ, മുദ്രകൾ പൊട്ടിക്കാൻ പോകുകയാണ്. അതിനു മുമ്പായി യോഹന്നാനിൽ കൂടെ എഴുതിയ ഒരു വാക്കാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡോക്സോളജി എന്ന്. ഈ ഡോക്സോളജി എന്ന് പറഞ്ഞാൽ സ്തുതിഗീതം. പുതിയ നിയമത്തിലെ ആദ്യത്തെ സ്തുതിഗീതമെന്ന് പല വേദശാസ്ത്രികളും പറയുന്നു. അതെന്താണ്? നമുക്കൊന്നുള്ളത് വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വെടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ആദ്യം തൻ്റെ വായനക്കാരോട്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പ്രഷറിലൂടെ മാർജിനലൈസ് ചെയ്യപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, പീഡിപ്പിക്കപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ ആരാണ്?
ഹൂ ആർ വി, നിങ്ങൾ ആരാണ്? ആൻഡ് ഹൂ ദ ലോർഡ് ഈസ്, നമ്മുടെ കർത്താവ് ആരാണ്? പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ വരുമ്പോൾ, സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്: നാം ആരാണ്? നമ്മുടെ കർത്താവ് ആരാണ്? ഈ ചോദ്യത്തോടുകൂടെ ഇന്നത്തെ നമ്മുടെ വേദ പഠനം നമ്മൾ ആരംഭിക്കുവാൻ പോകുകയാണ്. അവൻ നമ്മളെ എന്താക്കിയിരിക്കുന്നു? ഹി ഹാസ് മെയ്ഡ് അസ് എ കിങ്ഡം. അവൻ നമ്മെ രാജ്യമാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വാക്യത്തെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ഇത് കേട്ടാൽ നിങ്ങൾക്കും എനിക്കും അത് പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആദ്യത്തെ ഭാഗം ടു ഹോം ഹൂ ലവ്സ്, അതിൻ്റെ നമ്മെ സ്നേഹിക്കുന്നവൻ എന്നുള്ള പദമാണ് ആദ്യമായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നവൻ, അത് ഒരു കണ്ടിന്യൂസ് ടെൻസാണ്, വർത്തമാനകാലമാണ്. ഇത് ഗ്രീക്കിൽ പഠിക്കുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ് അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ദ വൺ ഹൂ ലവ്സ്, നമ്മളെ സ്നേഹിക്കുന്നവൻ. നമ്മളെ സ്നേഹിച്ചവനെന്നല്ല പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവൻ. കഴിഞ്ഞ കാലം അവൻ്റെ പ്രവൃത്തി തുടങ്ങി, ഈ പറയുന്ന നേരം വരെ അവൻ നമുക്ക് വേണ്ടി സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ വർത്തമാനകാലത്തും അവൻ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. അത് ഓൺ ഗോയിങ് പ്രോസസ്സാണ്, അത് തുടർന്നു കൊണ്ടിരിക്കുക. നാളെയും ആ സ്നേഹം വറ്റുകയില്ല. ആ സ്നേഹത്തിൽ നിന്നുള്ള അവൻ്റെ ആ അരുവികൾ ഒരിക്കലും വറ്റുന്നില്ല എന്നുള്ള പദമാണ്, എന്നുള്ള അർത്ഥമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനും. ഒരു വളരെ റിമാർക്കബിളായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോസ്തലനായ യോഹന്നാൻ കൊടുക്കുകയാണ്. ദ സെയിം ലവ് ദാറ്റ് ക്യാരിഡ് ജീസസ് ടു ഗോൽഗോഥ. ഏത് കാര്യത്തിന് വേണ്ടി താൻ ഗോൽഗോഥയിലേക്ക് വന്നുവോ, ഏത് സ്നേഹം കൊണ്ട് അവൻ്റെ ജീവനെ കാൽവറി ക്രൂശിൽ മറുവിലയായി കൊടുത്തുവോ, അതേ സ്നേഹം കൊണ്ട് ഇന്നും നമ്മളെ മൂടുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, ഞാൻ അനാഥനാണ്, ഞാൻ കർത്താവിൻ്റെ മകനാണെന്നൊക്കെ നമ്മൾ പറയുകയും പലപ്പോഴും സ്നേഹത്തിൻ്റെ ആ ഉറവകൾ വറ്റുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. ഏത് പർപ്പസ് കൊണ്ടവൻ ഗോൽഗോഥയിൽ കാൽവറി ക്രൂശിലേക്ക് അവൻ നടന്ന് അടുത്തുവോ, അതേ സ്നേഹം ഇന്നും അവൻ നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇത് ആരോടെ പറയുന്നത്? പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളോട്, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിശ്വാസികളോട്. മാത്രമല്ല, സാമൂഹ്യമായ പൊളിറ്റിക്കൽ പ്രഷറിലൂടെ കടന്നു പോകുന്ന, തങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ധീരസാക്ഷികളായി രക്തസാക്ഷികളായി മാറുന്ന ദൈവസഭയോട് താൻ പറയുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവൻ. ഈ സ്നേഹത്തെക്കുറിച്ച് 2 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ സ്നേഹം തണുത്തു പോകുന്നില്ല, അത് സ്നേഹം ടയർഡായി മാറുന്നില്ല, ക്ഷീണിച്ച് മടുക്കുന്നില്ല. The risen glorified Christ Jesus still loves you. ഈ ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുമാറാകട്ടെ. ഇവിടെ 2 പ്രാവശ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇത് കാണുന്നത്. സ്ട്രഗിളിങ് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ, പീഡിപ്പിക്കപ്പെടുന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇത് എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്, ദ സിറ്റി ഓഫ് ഗോഡ്സ് പീപ്പിൾ അറ്റ് ദി എൻഡ് ഓഫ് ടൈം. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുവാൻ കഴിയും, പീഡിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സിറ്റിയുണ്ട്. ആ സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും പറയുക. എന്നാൽ ഈ പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഓരോ ദർശനത്തിലും, തൻ്റെ ഓരോ ജഡ്ജ്മെൻറ്റുകളിലും, ന്യായവിധികളിലും, എവ്രി പ്രോമിസ്, ഓരോ പ്രോമിസുകളിലും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അവൻ്റെ കരസ്പർശനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്.
ഹാർഡ് ടൈംസിലൂടെ, വളരെ കഠിനമായ ശോധനയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവർക്ക് അത് മറന്നു പോകരുത്. അവർക്കുള്ളൊരു ദൂതാണിത്. യു മേ ഫീൽ ലൈക്ക് ദ വേൾഡ് ഹാസ് മൂവ്ഡ്. ലോകം മാറിപ്പോയി നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. ലോകം മുഴുവനും തനിക്കെതിരായെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് ഇവിടെ വിളിച്ചു പറയുന്നു, നമ്മെ സ്നേഹിക്കുന്നവൻ. അത് പാസ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴുമുണ്ട്. നാളെയും ആ സ്നേഹത്തിൻ്റെ ഉറവയിൽ നിന്ന് നമുക്ക് കുടിക്കുവാൻ കഴിയും. ആ സ്നേഹത്തിൻ്റെ അരുവി നിന്നു പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആക്റ്റീവ്ലി പ്രസൻറ്റ് റൈറ്റ് നൗ. രണ്ടാമത്തെ കാര്യം, നമ്മെ സ്നേഹിക്കുന്നവൻ. അത് കഴിഞ്ഞു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. ആൻഡ് ഹാസ് ഫ്രീഡ് us from our sins by his blood. നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വെടിവെച്ചു എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. രണ്ടാമത്തെ വലിയ സത്യമെന്ന് പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ചെയിനിനെ പൊട്ടിച്ചു എന്നുള്ളതാണ്. ഫ്രീഡ് us from sin by his blood. പാപത്തിൻ്റെ ആ ചങ്ങലയിൽ നിന്ന് നമ്മളെ പൊട്ടിച്ച് അവൻ നമ്മളെ സ്വതന്ത്രരാക്കി. സുവിശേഷത്തിൻ്റെ ഹാർട്ടാണിത്. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ. അത് വളരെ ക്ലിയറായി പറയുക, നമ്മെ സ്നേഹിച്ച് അവൻ എന്താണ് ചെയ്തത്? നമ്മുടെ പാപം പോക്കി. മാത്രമല്ല, നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. അവൻ നമ്മൾ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. പലപ്പോഴും ഇതിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ എൻ്റെ നാവിന് ചാതുര്യം പോരാ. സകല പാപങ്ങളിൽ നിന്നും, സകല ശാപങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. രക്ഷയുടെ അനുഭവം അതാണ്. ഒരിക്കലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ അവകാശം കൊടുത്തുവെങ്കിൽ, അവന് അധികാരം കൊടുത്തുവെങ്കിൽ, അവൻ്റെ സകല ശാപങ്ങളും അവൻ്റെ സകല പാപങ്ങളും അവൻ മോചിച്ചു കൊടുത്തു എന്ന് നമുക്ക് വചനത്തിലൂടെ ആധികാരികമായി പഠിക്കുവാൻ കഴിയും. പിന്നെ അതിനുശേഷം ഒരു ശാപം പൊട്ടിക്കൽ ശുശ്രൂഷയൊന്നുമില്ല. ശരിയായി രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും എന്നേക്കുമായി മോചനം അവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇറ്റ് ഈസ് എ ഫിനിഷ്ഡ് ആക്ട്. പാപത്തിൻ്റെ ചങ്ങല അവൻ പൊട്ടിച്ചു കളഞ്ഞു, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു, അതിനെ മുറിച്ച് കളഞ്ഞു. അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് നോക്കിക്കേ, പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വെടിവെച്ചു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ freed us once and for all. That is in past tense. Our sins by his blood freed. കഴിഞ്ഞ കാലത്തെ പാപത്തെ ഓർത്ത് ആരെങ്കിലും പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ അത് എന്നേക്കുമായി മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വസ്തുത. ആ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് നിങ്ങളുടെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ശാപങ്ങളെ അവൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. He has freed us and the work is done എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തീം തനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ പറയുമ്പോൾ ഈ തീം തന്നെ കണ്ടിന്യൂ ചെയ്യുക. സ്ലെയിൻ ലാംബ്, അറുക്കപ്പെട്ട കുഞ്ഞാണെന്ന് പറയുമ്പോൾ ഇതേ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴും അതേ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി എന്നൊക്കെ പറയുമ്പോൾ the victory comes through this sacrifice. ഈ സാക്രിഫൈസ് മൂലം, ഈ യാഗം മൂലം, ഏകയാഗത്താൽ അവൻ പൂർണ്ണമായി നമ്മളെ വിടിവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
യേശുവിൻ്റെ രക്തം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ചിഹ്നം മാത്രമല്ല. ഇറ്റ് ഈസ് എ പ്രൈസ് ദാറ്റ് പെയ്ഡ് സോ ദാറ്റ് യു ആൻഡ് ഐ കുഡ് ഗോ ഫ്രീ. അത് നമ്മൾ യേശുവിൻ്റെ രക്തം പറഞ്ഞ് നമ്മളതിൻ്റെ വില പലപ്പോഴും കുറയ്ക്കുന്നുവോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയണം, എന്നാൽ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പ്രൈസ് കൊടുത്ത അത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, അവൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ രക്തബന്ധമാ. സകല അഖിലാണ്ടത്തിൻ്റെയും ഉടയവനായ സൃഷ്ടാവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മനുഷ്യകുലത്തിലേക്ക് വന്നപ്പോൾ അവന് ലഭിച്ച മാനവരക്തം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് വിലയില്ലേ പ്രിയമുള്ളവരെ? അതിന് വിലയുണ്ട്. അതാണ് നമുക്ക് അവൻ്റെ രക്തം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക്, നമ്മുടെ പാപങ്ങളെയും ശാപത്തെയും അവൻ മാറ്റി ആ രക്തം നമ്മുടെ മേൽ തളിച്ചു എന്നാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മെ സ്നേഹിക്കുന്നവൻ 3 കാലങ്ങളിലും, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, നമ്മുടെ പാപം പോക്കി നമ്മളെ തൻ്റെ രക്തത്താൽ വിടുവിക്കുന്നവനെന്നാണ് നമ്മുടെ വായിക്കുവാൻ കഴിയുന്നത്. ദിസ് ഇസ് എ പാസ്റ്ററൽ ഡയമെൻഷൻ ഹിയർ ഫോർ അസ്. നമ്മുടെ ജീവിതത്തിൽ ഗിൽറ്റ്, പലപ്പോഴും പലതരത്തിലുള്ള വ്യഥകൾ, പലതരത്തിലുള്ള കുറ്റങ്ങൾ, കുറ്റബോധങ്ങൾ നമ്മളെ മൂടുമ്പോൾ, പലപ്പോഴും പലതരത്തിലുള്ള ഷെയിമുകൾ, പലതരത്തിലുള്ള അപകർഷതാ ബോധവും നമ്മളെ മൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുള്ളത്, അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു, നമ്മുടെ പാപം പോക്കി, നമ്മുടെ മേൽ അവൻ്റെ രക്തം തളിച്ചു. ഇന്ന് ആ ഷെയിമിനും ആ ഗിൽറ്റിനും യാതൊരു സ്ഥാനവും നമ്മുടെ ജീവിതത്തിലില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്നാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ അർത്ഥമെന്ത്? ദ ബ്ലഡ് സ്പീക്സ് ഓഫ് ഹിസ് ഡെത്ത്. അവൻ്റെ മരണത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവൻ്റെ മരണം സത്യമായിരുന്നു, അവൻ്റെ മരണം ഹിസ്റ്ററിക്കലായിരുന്നു, അവൻ്റെ മരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഫിസിക്കലായി അവൻ്റെ സ്വന്തം ശരീരത്തിൽ വന്ന് എനിക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി മരിച്ചു എന്നുള്ള ഇതാണ് യേശുവിൻ്റെ രക്തം നമ്മളെ കാണിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം, ദ ബ്ലഡ് സ്പീക്സ് ഓഫ് അറ്റോൺമെൻറ്റ്. എനിക്ക് വേണ്ടി എന്നേക്കുമായൊരു പ്രായശ്ചിത്തം അവൻ ചെയ്തു തന്നിരിക്കുക. അതൊരു ലീഗൽ ടേം, അറ്റോൺമെൻറ്റ്, കോടതി ഭാഷയാണ്. ആ കോടതി ഭാഷയുടെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരു കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ കാർ ഓടിച്ച് പോയപ്പോൾ സ്പീഡ് കൂട്ടി ഓടിച്ചപ്പോൾ എന്നെ പോലീസ് പിടിച്ചു എന്ന് വിചാരിക്കുക. കോടതിയിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയെന്നും വിചാരിക്കുക. ഞാൻ കുറ്റക്കാരനെന്ന് അവരുടെ ഫോട്ടോഗ്രാഫിയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ, നമ്മുടെ റോഡിൽ വെച്ചിരിക്കുന്ന ഈ ക്യാമറാസൊക്കെ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജ് പറയും, നീ അതിൻ്റെ പെനാൽറ്റി കൊടുത്തേ ഒക്കത്തുള്ളൂ, 5000 രൂപ 10000 രൂപ കൊടുത്തേ ഒക്കത്തുള്ളൂ എന്ന് പറയും. ഞാനതിന് പ്രൈസ് കൊടുക്കുക. എൻ്റെ കൈ അതിനുള്ള വില കൊടുക്കുവാൻ പൈസ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തൻ്റെ ഡെബിറ്റ് കാർഡിൽ നിന്നോ തൻ്റെ GPayയിൽ നിന്നോ അത് കൊടുക്കുമ്പോൾ പ്രൈസ് പേ ചെയ്യുക. അതുപോലെ അറ്റോൺമെൻറ്റാണ് നമ്മുടെ പാപത്തിൻ്റെ കറകളെ മായ്ച്ചു കളയുവാൻ, നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കുവാൻ, മനുഷ്യവർഗത്തിൻ്റെ ജന്മപാപത്തിനും കർമ്മപാപത്തിനും ഒരു തരത്തിലും കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത അതിഭയങ്കരമായ കടം കയറി നമ്മുടെ തലയിലേക്ക് വന്നപ്പോൾ അവൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റി തന്ന് അവൻ ആ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ അർത്ഥം, യേശുവിൻ്റെ രക്തത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം എന്താണ്? ദ ബ്ലഡ് സ്പീക്സ് ഓഫ് അവർ ഫ്രീഡം. യേശുവിൻ്റെ രക്തം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാണിക്കുക. യേശുവിൻ്റെ രക്തം എന്നെ ഫ്രീ ആക്കിയതിനെ കാണിക്കുക. വി ആർ നോ ലോങ്ങർ സ്ലേവ് ടു സിൻ. ഞാൻ പാപത്തിന് അടിമയല്ല. യേശുവിൻ്റെ രക്തം എനിക്കിനി ഒരിക്കലും ആ കോടതിയിൽ നിന്നുകൊണ്ട് ആ ജഡ്ജിൻ്റെ മുമ്പിൽ നിന്നും
ഞാനവിടെ നിൽക്കേണ്ടവനല്ല. എന്നെ ഫ്രീ ആക്കി, എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പെനാൽറ്റി ഒരാൾ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ 5000 രൂപ 10000 രൂപ ഒരാൾ കൊടുത്തതുപോലെ എന്നെ ഫ്രീ ആക്കി കൊണ്ടുവന്നു എന്നുള്ള ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. വി ആർ നോ ലോങ്ങർ സ്ലേവ് ടു സിൻ. പാപത്തിന് ഞാൻ ഇനി അടിമയല്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, പാപിയും ദോഷിയുമായി എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ദാറ്റ് നമ്മുടെ ജീവിതം ഇനി ഒരിക്കലും പാപത്തിന് അടിമയല്ല എന്ന് നമ്മൾ നമ്മൾ പഠിക്കുവാനും കഴിയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, പാപത്തിന് അധീനതയിൽ നിന്ന് തന്നെ അടിയാനെ നീ വിടുവിച്ചു, അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കി വെച്ചു എന്നാണ് പാട്ടുകാരൻ നമ്മൾ പാടുന്നത്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിന് യോഗ്യൻ ക്രിസ്തു അത്രേ. ഓ, നമ്മളുടെ പാപത്തെ എന്നേക്കുമായി മാറ്റും. ആരെങ്കിലും ഗിൽറ്റോടുകൂടെ, അതുപോലെ ഷെയ്മോടുകൂടെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു, വി ആർ നോ ലോങ്ങർ സ്ലേവ്സ് ടു സിൻ. മൂന്നാമത്തെ കാര്യം അതോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. മെയ്ഡ് us kingdom, priest to God and Father. He has made us royalty. രാജകുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. തൻ്റെ പിതാവായ ദൈവത്തിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നാണ് വായിക്കുന്നത്. രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനെ എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇത് യോഹന്നാൻ പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യു വിൽ ബി എ കിങ്ഡം ആൻഡ് പ്രീസ്റ്റ് ആൻഡ് ഹോളി നേഷൻ. നിങ്ങൾ ഒരു രാജ്യമായി തീരും, എൻ്റെ രാജ്യമായിരിക്കും, എൻ്റെ പുരോഹിതന്മാരായിരിക്കും, എനിക്ക് ഒരു ഹോളി നേഷൻ, വിശുദ്ധ ജനമായിരിക്കും. അത് ദൈവം പഴയ നിയമ ഇസ്രായേലിന് കൊടുത്തൊരു കവനൻ്റായിരുന്നു. സീനായി മലയിൽ വെച്ച് കൊടുത്തൊരു കവനൻ്റായിരുന്നു. ജോൺ അതുതന്നെയാണ് യോഹന്നാൻ പറയുന്നത്. അത് അവരെ കൊണ്ട് സൂക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പറഞ്ഞ വാക്കുകൾ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് ഇന്ന് ദൈവസഭയിലൂടെ അവരോട് കൊടുത്ത, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ കൊടുത്ത ആ വാഗ്ദാനം ഇന്ന് നമ്മളോട് നിറവേറുകയാണ്. യെസ്, യു ആർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദറ്റ് ഏഷ്യൻ കവനൻറ്റ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന് കൊടുത്ത കവനൻറ്റ് അവർ ഇന്ന് വരെ പാലിക്കുവാൻ കഴിയാതെ, അവർക്കത് കൊടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഇവിടെ ഇതാ പറയുന്നത് എന്നാണെന്നറിയാമോ? തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന്. പുരോഹിതന്മാരും രാജ്യവും അവിടെ വായിക്കുന്നത് എങ്ങനെയാണോ അത് വായിക്കുന്നത്? നിങ്ങൾ പുരോഹിതന്മാരായിരിക്കും. യു ഷാൽ ബി എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. ഇസ്രായേലിനോട് പറഞ്ഞ, പക്ഷെ നടന്നില്ല. ആൻഡ് ഹോളി നേഷൻ. ഇന്നതിൻ്റെ നിവൃത്തീകരണം നമ്മുടെ ഇടയിൽ നടക്കുകയാണ്. 2 തരത്തിലുള്ള ഓഫീസാണ് അവിടെ കാണുന്നത്. ഫങ്ഷൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നാം ഒരു രാജ്യമാണ്. 2, നാം അവൻ്റെ പുരോഹിതന്മാരാണ്. എത്രയും പെട്ടെന്നുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി റെയിൻ വിത്ത് ഹിം. അവനുമായി നമ്മൾ ഒരുമിച്ച് വാഴുകയാണ്. ഒരു ഫ്യൂച്ചർ ഹോപ്പല്ല, ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഈ വെളിപ്പാട് പുസ്തകം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. അത് ഇനാഗുറേറ്റഡ്. ആ ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ഫങ്ഷൻസ് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുക. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ കംപ്ലീഷനിലേക്ക് ഒരുങ്ങി. ഇനി 3-4 തൊട്ടുള്ള വാക്യങ്ങൾ അതിൻ്റെ കംപ്ലീഷനിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഓടുകയാണ്. വി റെയിൻ ഇൻ ഹിം. അവനുമായി നമ്മൾ വാഴുവാൻ പോവുകയാണ്.
പ്രായോഗികമായി എന്താണ് നമ്മളിത് കാണുന്നത്? ഇവിടെ ഇപ്പോൾ ദൈവസഭ ഒരുപാട് തരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വാഴുന്ന സമയം അടുത്തിരിക്കുകയാണ്. അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറയുന്നത്. രണ്ടാമത് നമ്മൾ പ്രീസ്റ്റാണ്, പുരോഹിതന്മാരാണ്. ഡയറക്റ്റ് ആക്സസ് ടു ഗോഡ്, ദൈവവുമായി നേരിട്ട് ബന്ധം നമുക്കുണ്ട്. ദൈവത്തെ സേവിക്കുവാനുള്ളതാണ് ആ പൊസിഷനെയാണ് പ്രീസ്റ്റിനെ കാണിക്കുന്നത്. പഴയ നിയമത്തിൽ ഹൈ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. മോസ്റ്റ് ഹോളി പ്ലേസിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മാത്രം അവൻ കയറുമായിരുന്നു. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 19 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളോട് കാണുന്നത്, ബിക്കോസ് ഓഫ് ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തം മൂലം ഓരോ വിശ്വാസിയും ഹാസ് ആക്സസ്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാനും നിങ്ങളും പീഡനം അനുഭവിക്കുമ്പോൾ, ഞാനും നിങ്ങളും വേദനയും ഭാരവും അനുഭവിക്കുമ്പോൾ, രോഗവും ദുഃഖവും അനുഭവിക്കുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന മഹാപുരോഹിതൻ്റെ അതേ ശുശ്രൂഷ ഞാനും നിങ്ങളും ചെയ്യുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക്, നമ്മുടെ പ്രാർത്ഥന വേറൊരു ഇൻ്റർമീഡിയറി കൂടിയല്ല, അവൻ്റെ സന്നിധിയിലേക്ക് കയറുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ആ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Enter the most holy place by the blood of Jesus. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായി കടന്നു ചെല്ലുവാൻ പുരോഹിതന്, മഹാപുരോഹിതന് കഴിയുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആവശ്യവേളകളിൽ കടന്നു ചെല്ലുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു പുരോഹിതൻ എന്താണ് ചെയ്യുന്നത്? We offer special sacrifices, spiritual sacrifices. ആത്മീയ യാഗം കഴിക്കുകയാണ്. എന്താണ് ആ ആത്മീയ യാഗം അർത്ഥം? അവർ വർഷിപ്പ്. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും സഭായോഗങ്ങളിലും വരുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ആരാധനകൾ യാഗമായി കടന്നു ചെല്ലുകയാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അതൊരു യാഗമായി തീരുകയാണ്. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് ശൗമേൽ പ്രവാചകൻ ശൗലിനോട് ചോദിച്ചു പോലെ, അനുസരണം ഒരു യാഗമാണ്. അനുസരിക്കാത്തത് ദൈവനിന്ദയാണെന്നുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു യാഗമായി മാറുകയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതം, ഡിവോട്ടഡ് ലൈഫ്, അതൊരു യാഗമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ചില വേദ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ പോലും യാഗമാണ്, ആരാധനയാണ്. അവസാനത്തെ ഭാഗം ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം, അവന് എന്നേക്കും മഹത്വവും ബലവും, ആമേൻ, ഡോക്സോളജി, സ്തുതി അർപ്പിക്കുകയാണ്. ടു ഹിം ബി ഗ്ലോറി, ഡൊമിനിയൻ ഫോർ എവർ ആൻഡ് എവർ, ആമേൻ. പുതിയ നിയമത്തിലെ ആദ്യത്തെ സ്തുതി ഗാനമാണിത്. അത് ക്രിസ്തുവിലേക്ക് മാത്രം കൊടുക്കുകയാണ്. ജോൺ ഡിക്ലെയർ ചെയ്യുക, എന്താണെന്നറിയാമോ? സീസർ ഡസ് നോട്ട് ഡിസേർവ് ദ വർഷിപ്പ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. ആ സമയത്ത് സീസർ ആരാധന ചോദിക്കുമ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവന് എന്നേക്കും മഹത്വവും ബലവും, ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ ആരാണ്? ദ വൺ ഹൂ ലവ്ഡ് us, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ പാപത്തിൽ നിന്ന് ഫ്രീ ആക്കിയവൻ, നമ്മെ അവൻ്റെ സ്വന്തമാക്കിയവൻ, അവന് മാത്രമേ ആരാധന കഴിക്കാവൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത്. ഈ സഭ പെർസിക്യൂഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക, പീഡനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പൊളിറ്റിക്കൽ പറയുക, പൊളിറ്റിക്കൽ കണ്ടീഷൻ പറയുക, you have to worship Caesar. അന്നേരം അവരുടെ സ്പിരിച്വൽ ഡിക്ലറേഷൻ എന്താണെന്നറിയാമോ?
വി വിൽ നോട്ട് ബോ ഡൗൺ ടു സീസർ. സീസറിന് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കത്തില്ല, ആരാധന കഴിക്കത്തില്ല. വി ബോ ഡൗൺ only to the lamb. കുഞ്ഞാടിന് മാത്രമേ ഞങ്ങൾ ആരാധന അർപ്പിക്കത്തുള്ളൂ. ആമേൻ. അതിൻ്റെ അവസാനത്തെ ഭാഗമുണ്ട്. അവസാനത്തെ വാക്യത്തിൻ്റെ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന കഴിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ നിമിത്തം, നമ്മുടെ അനുസരണങ്ങൾ നിമിത്തം, ദൈവത്തിന് ചെയ്യുക നിമിത്തം, ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക നിമിത്തം ആരാധന കഴിക്കുക. ലോകത്തിൽ ഒരുപാട് പ്രഷറുകൾ വന്നാലും പ്രഷറിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. ഹീ ലവ്സ് യു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ, നിരന്തരമായി, മുഴുവനായും അവൻ നിങ്ങളെ സ്നേഹിക്കുക. പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഭാരങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയ, ജീസസ് ലവ്സ് യു. രണ്ടാമത്തെ കാര്യം, ഹി ഹാസ് ഫ്രീഡ് യു. അവൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിച്ച് ഒരു ഫിനിഷ് വർക്കായി. ഇനിയും പറയാം, അതിൻ്റെ കൂടെ വേറെ 10 ദിവസത്തെ ഉപവാസവും ചെയിൻ ബ്രേക്കിംഗ് ആളുകളെ ഒന്നും വിളിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് വേദപുസ്തകം അതിന് യാതൊരു പ്രൂഫും നൽകുന്നില്ല. നമ്മളെ തന്നെ നമുക്ക് അതിന് മുമ്പാകെ നമ്മളെ തന്നെ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വിടാം. ഹി ഹാസ് മേഡ് യു റോയൽ പീപ്പിൾ, കിങ്ഡം പ്രീസ്റ്റ്ഹുഡ്. നമ്മളെ അവൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? ടു സെർവ് the God the Father. ഇത് ലോകം കയോട്ടിക് കണ്ടീഷനിലൂടെ, വല്ലാത്ത കണ്ടീഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. വല്ലാത്ത ലോകത്തിൽ നമ്മളായിരിക്കുക. The same Christ who walked out the tomb, the same Christ sits at the right hand of the Father. He is the one who is with you. ആ കല്ലറയിൽ നിന്നും ഭേദിച്ച് ഉയരങ്ങളിലേക്ക് പോയവൻ, പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും മധ്യസ്ഥ ചെയ്യുന്നവൻ, അവൻ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ സഹായിപ്പാൻ അവിടുത്തെ വരികയാണ്. ഇന്ന് സന്ധ്യയിൽ നമ്മളിവിടെ ആയിരിക്കുന്ന ഒരു ആക്സിഡൻ്റലി അല്ല. നമ്മൾ 2ാം കിട പൗരന്മാരല്ല, 1ാം കിട പൗരന്മാരാ. അവൻ നിങ്ങളെ കൈകളിൽ വഹിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്നു. നിങ്ങൾ അവൻ്റെ മക്കളാണ്. നിങ്ങളുടെ പാപങ്ങളെ അവൻ മോചിച്ചു തന്നിരിക്കുന്നു. നിങ്ങളെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് സമയം അവനോട് പ്രാർത്ഥിക്കുവാൻ അവകാശമുണ്ട്. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ വചനം ഞങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ട് ഞങ്ങൾ കാണുവാനിടയായി. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. കർത്താവേ, സകല ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മാത്രം ആരാധിപ്പാൻ, പ്രശ്നങ്ങളിൽ, ദുഃഖങ്ങളിൽ കൈവിടാതെ നടത്തുന്ന യേശുവുമായി ഒരുമിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.